കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾക്കെല്ലാം പനി പിടിച്ചെന്ന്. അപ്പം അങ്കിത്തിനാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാഖയ്ക്ക് എനിക്കും വന്നു. 2 ദിവസമായിട്ട് എഴുന്നേക്കാൻ കൂടി വയ്യായിരുന്നു. നമ്മുടെ ദലിയാണ് കേട്ടോ ഇത്, നുറുക്ക് ഗോതമ്പ്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. വെള്ളത്തിലൊന്നും കുതിർത്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നേ ഉള്ളൂ. പാല് തലേദിവസത്തെ വൈകുന്നേരത്തെയും രാവിലത്തെ ഇന്നത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കാച്ചുക. ആദ്യം വലിയ അടുപ്പിൽ വെച്ച് പെട്ടെന്ന് കാച്ചി വന്നു. രണ്ടാമത്തെ അടുപ്പിൽ ചെറിയ അടുപ്പിൽ, അതുകൊണ്ടായിരിക്കും കുറച്ച് ടൈം എടുക്കുന്നത്. കുറച്ച് നേരം നിന്നപ്പോൾ അതും എന്തായാലും കാച്ചി വന്നിട്ടുണ്ട്. അത് പിരിഞ്ഞൊന്നും പോയിട്ടില്ല. കുറച്ച് ദലിയ കുടിക്കാമെന്ന് വെച്ചിട്ടാണ്. ഭക്ഷണമൊന്നും വേണമെന്നൊന്നും ഇല്ല, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ കുക്കർ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളമൊക്കെ ഇട്ട് ഒരു വിസിലൊക്കെ കേൾപ്പിച്ചെടുത്തു. കാരണം എരിവൊക്കെ ഉണ്ടാക്കുന്ന കുക്കറല്ലേ, സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ ദലിയ ഒന്ന് കഴുകിയിട്ടു. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് പാല് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വിസിൽ കൊടുക്കണം. അങ്കിത്തിന് ഇന്ന് സ്കൂൾ എക്സാം ആണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോയി. രാക്കെ ഇന്ന് ഓഫീസിൽ പോയിട്ടില്ല, വീട്ടിൽ ഇരുന്ന് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഭക്ഷണത്തിനെക്കാട്ടിയും കൂടുതൽ കഴിക്കുന്നത് മരുന്നാണ്. ഇത്രയും മരുന്നുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചുമയുടെയും അല്ലാതെ പനിയുടെയും ആൻറ്റിബയോട്ടിക്കും തൊണ്ടവേനയുടെയും എല്ലാം ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ മൾട്ടി വൈറ്റമിൻസും, വായൊന്നും നമുക്ക് പൊട്ടാതിരിക്കാൻ, ഗ്യാസ് വരാതിരിക്കാൻ പാൻ ടോപ്പ്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഗുളികൾ കഴിക്കുന്നുണ്ട്. നമ്മുടെ ലഞ്ചും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വാങ്ങുന്നത്. എഴുന്നേറ്റ് വെക്കാനൊന്നും വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് നന്നായി. അവർ സമയാസമയം എത്തിക്കും. കിച്ചടിയോ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അവരെത്തിച്ചിരിക്കും. ഇത്രയും നാൾ കിച്ചടിയൊക്കെയാണ് കഴിച്ചത്. ഇന്നൊരു ലഞ്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും. നമ്മുടെ ദലിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവി മാറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം, ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം പാല് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി തീ എത്തിച്ച് കൊടുക്കാം. അങ്കിത്തിന്ന് രാവിലെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തു. കാരണം രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും അത്ര പോരായിരുന്നു. അവൻ അങ്ങനെ അങ്ങ് പോയി. 2 പീസ് കേക്ക് അങ്ങാണ്ടേ കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവൻ സ്കൂളിലേക്ക് പോയതാണ്. എക്സാം ആണല്ലോ, മുടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവൻ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കുക, കഴിക്കുക. അവിടെ നല്ല ഫുഡൊക്കെ കിട്ടും. നമ്മുടെ പാലൊഴിച്ച് കൊടുത്തിട്ട് ദലിയക്കകത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ കുറച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ചിട്ട് പിന്നെ തീ ഓഫ് ചെയ്ത് ആവി മാറി തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ബാക്കിയിരിക്കുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ലിറ്ററോളം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ ദലിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്നാണ് കിച്ചടി മാത്രമാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. കിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, അതിട്ട് കിച്ചടിയും അരിയും കൂടെ കാണും. നമ്മുടെ നാട്ടിലെ കഞ്ഞിയും പയറും ഉള്ളതുപോലെ ഇവിടെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് കിച്ചടി. അപ്പോൾ അതൊക്കെ നല്ലതാണല്ലോ. ഇവിടെ നമുക്ക് കൊണ്ടുതരാൻ ആളുള്ളപ്പോൾ നമ്മൾ അതിൽ നന്ദിയല്ലേ പറയണ്ടേ. പിന്നെ നമ്മുടെ മെയ്ഡ് വന്ന് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ഒത്തിരി ഉപകാരമായിട്ട് തോന്നും. നമുക്ക് ക്ലീനിങ്ങിനായാലും വേറെ ഹെൽപ്പിനും ഒക്കെ അവർ വന്നും പോകും നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്ന് തുടച്ച് കുമിഞ്ചാനൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ധൂപെന്ന് പറയും, ഇങ്ങനെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ധൂപ് ഇങ്ങനെ കത്തിക്കും. അപ്പോൾ അതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ അവസ്ഥകളാണ് നമ്മളെ ബോൾഡ് ആക്കുന്നത്. നമുക്കിപ്പോൾ വയ്യാന്ന് പറഞ്ഞ് കിടന്നാൽ നമ്മൾ അവിടെ കിടക്കത്തേ ഉള്ളൂ. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ബോൾഡ് ആവുന്നത്. നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി രജായി ഒന്ന് വെയിലത്തിടുവാണ്. രജായി ഇനി ഈ വർഷം വേണ്ടല്ലോ, ഇനി അടുത്ത വർഷം തണുപ്പിനെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ രജായി ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം. എന്തായാലും 2-3 ദിവസം വെയിലത്തോട്ടൊന്നിട്ട് ഉണക്കിയിട്ട് മടക്കി വെക്കും. പിന്നെ അടുത്ത തണുപ്പിന് മുന്നേ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ അങ്കിത്തിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ ബാഗും കൂടെ കഴുകി അതും കൂടെ അങ്ങ് ഉണക്കി വെക്കുവാണ്. അവനിനി തിങ്കളാഴ്ചയും കൂടെ ഉള്ള എക്സാം, അത് കഴിഞ്ഞിട്ട് ഈ വർഷത്തെ ക്ലാസ്സൊക്കെ കഴിയുവാണ്. പിന്നെ ഏപ്രിലിൽ അടുത്ത നെക്സ്റ്റ് അക്കാഡമിക് സെക്ഷനിലോട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്.
അപ്പം അതിന് ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണം ഇനി. അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനൊരു മെഡലും കൂടെ ഞാൻ പറഞ്ഞല്ലോ പെൻഡിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. ഇന്നൊരു ലഞ്ചും കൂടെ പറഞ്ഞിട്ടുണ്ട് കിച്ചടിയുടെ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. കിച്ചടി മൂങ് ദാലിൻ്റെ മാത്രമല്ല കേട്ടോ, വെജിറ്റബിളിൻ്റെ ഉണ്ട്. വെജിറ്റബിൾസ് എല്ലാം മാഷ് ചെയ്ത് അങ്ങനെയുള്ള കിച്ചടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വെജിറ്റബിൾ കിച്ചടിയാണ് പറഞ്ഞത്. ഇത് ലഞ്ചിൻ്റെ ബോക്സാണ്. ദാലുണ്ട്, അതിവിടെ നോർമലായിട്ട് കിട്ടുന്നതാണല്ലോ. പിന്നെ അടുത്തതായിട്ടുള്ളത് കൊഫ്തയാണ്, സ്റ്റഫ്ഡ് കൊഫ്ത. പിന്നെ ഞാൻ റൈസ് വേണ്ടാന്ന് പറഞ്ഞു, പകരം റൊട്ടി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു 6 റൊട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ സെപ്പറേറ്റ് കിച്ചടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പേർക്കുള്ള കിച്ചടി. അപ്പോൾ ഇതുപോലെ 3 ബൗള് കിച്ചടി കാണും. ഞാൻ വെജിറ്റബിൾ കിച്ചടിയാണ് പറഞ്ഞത്, അപ്പോൾ വെജിറ്റബിൾസ് കൂടുതലിട്ടിട്ട് ഉള്ള കിച്ചടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇവിടെ നോർമലി ഇതിൻ്റെ കൂടെ തൈരും അല്ലെങ്കിൽ സാലഡ് എന്തെങ്കിലുമാണ് കഴിക്കുന്നത്. അപ്പോൾ പനിയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൈര് അവോയ്ഡ് ചെയ്യുമല്ലോ. അപ്പോൾ പകരം ഗ്രീൻ സാലഡ്, നമ്മുടെ വെള്ളരിക്ക, എന്നിട്ട് പിന്നെ ജീരകമോ കാലാനമുക്കോ അങ്ങനെയൊക്കെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ പുറത്ത്. ഇതാണ് നമ്മുടെ ലഞ്ച് ഇന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം മരുന്നും ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള, അതായത് ശരിക്കും എൻ്റെ ഒച്ച പോലും എനിക്ക് എടുത്ത് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോൾ. അത്രയ്ക്ക് ക്ഷീണിച്ചു പോയി. ഒരു പനി വരണം നമ്മൾ എന്താണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ അത്രയ്ക്ക് നമ്മൾ ക്ഷീണിച്ചു പോയി. അങ്കിത്ത് കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ അവൻ വരുന്നേയും വെയിറ്റ് ചെയ്തിരിക്കുക. 3 മണിയാവാൻ പോവുക. ഇന്ന് നേരത്തെ വന്നു അവൻ, കാരണം അവന് എക്സാം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ 2:30 അവൻ എത്തും. ഞാൻ എന്താ എൻ്റെ ലഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ പറ്റുന്നിടത്തോളം കഴിക്കും. എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യം നമുക്ക് വേണമല്ലോ. ടെമ്പറേച്ചർ കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി തെർമോമീറ്ററും വെച്ചിട്ടുണ്ട്. പക്ഷെ പനിയൊന്നും പിന്നെ ഇന്ന് വന്നിട്ടില്ല കേട്ടോ. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ചെടിയും നമ്മുടെ കൂടെ തന്നെ അങ്ങ് ഉണങ്ങിപ്പോയി. അപ്പോൾ ഈവൻ ഇത്തിരി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വയ്യാതാവുമ്പോൾ എനിക്കൊന്ന് ചെടികൾക്ക് അറിയാൻ തോന്നും. അവർക്കും മൊത്തത്തിലൊരു വാട്ടം വരും. ചെടിക്കും കുറച്ചൊന്ന് നനച്ചു കൊടുക്കുകയാണ്. 2 ദിവസമായിട്ട് ചെടിക്കും വെള്ളമൊന്നും നോക്കിയോ അടുത്ത് പോയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ചെടിക്ക് ജസ്റ്റ് ഒന്ന് തളിച്ചാണ് കൊടുക്കുന്നത്. ചെറിയ ചെടിയല്ലേ, അപ്പോൾ അതിനും കുറച്ച് വെള്ളം കൊടുക്കാം. എല്ലാത്തിനും ഒരു എനർജി വരട്ടെ. അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ കെറ്റിൽ കേടായിപ്പോയി. അപ്പോൾ ഗ്യാസിൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ വെച്ചിട്ടാണ് വെള്ളം ചൂടാക്കിയിടുന്നത്. അപ്പോൾ ആറാൻ വേണ്ടി മാറി വെച്ചേക്ക്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കും, മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ. രണ്ട് ദിവസമായിട്ട് പുറത്തൊന്നും ഇറങ്ങാതിരിക്കുന്നതുകൊണ്ട് ആകെ ഒരു മൂടപ്പായിരുന്നു. അപ്പോൾ ഇന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. മൊത്തത്തിൽ ഒരു ആശ്വാസം ആയതുപോലെ തോന്നുന്നുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. ഈ കാലാവസ്ഥ മാറുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ അസുഖമൊക്കെ വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.